ഹലോ. അപ്പോൾ നമ്മളെല്ലാവരും ചക്ക ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരല്ലേ? മലയാളികളോട് ചക്ക ഇഷ്ടമാണെന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ചക്ക നമ്മൾ പല രീതിയിൽ, പല രുചിയിലും, പല ഭാവത്തിലും, പഴുത്തതും പച്ചയും അങ്ങനെ പല രീതിയിൽ കഴിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ചക്ക മുറിക്കുക എന്നുള്ളത് ഇത്തിരി പാടുള്ളൊരു കാര്യമല്ലേ? അതിൻ്റെ ഉള്ളിലെ പശ, അതിനെ നിങ്ങളുടെ നാട്ടിൽ എന്താ വിളിക്കുന്നത്? ഞങ്ങളതിനെ വളഞ്ഞിൽ അല്ലെങ്കിൽ വളഞ്ഞർ എന്നൊക്കെ പറയും. ഓക്കെ. അപ്പോൾ ഈ സാധനത്തിന് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്? ഇപ്പം ഞങ്ങൾ ചകിരിയൊക്കെ വെച്ചിട്ട് റിമൂവ് ചെയ്യും. പണ്ട് അമ്മമ്മയൊക്കെ ഇതിനൊരു വടീൻ്റെ അകത്ത് ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഒരു വലിയ ബോൾ പോലെയൊക്കെ ആക്കി വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ കത്തിയിൽ പറ്റുമല്ലോ, നമ്മൾ മുറിച്ച് കഴിയുമ്പോഴേക്കും. അപ്പോൾ അതിനെ എങ്ങനെയാണ് നിങ്ങൾ ക്ലീൻ ചെയ്ത് കളയുന്നത്? ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ തീയിലേക്ക് അത് കാണിച്ചു കൊടുക്കും. അതായത് ഒന്ന് ചൂടാക്കിയെടുക്കും. കത്തിയുടെ ഭാഗം ചൂടാകുമ്പോൾ അതിൻ്റെ മേലുള്ള പശ നല്ലപോലെ ഉരുകി വരും. അപ്പോൾ ഞാൻ ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറോ അതും അല്ലെങ്കിൽ ഒരു പഴയ തുണിയോ ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ പശയൊക്കെ സൂപ്പറായിട്ട് ഇളകി വരും. എത്ര കട്ടിയിൽ പശയുണ്ടെങ്കിലും അത് ഇളകി വന്നോളും. അത് ചക്കയുടെ പശയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അത് ഇളകി വന്നോളും. നമുക്ക് എളുപ്പത്തിൽ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം. ഇനി ഇതല്ലാതെ എന്തെങ്കിലും ഒരു ടിപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്താൽ മതി താഴെ. അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിതുപോലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.